മൂവാറ്റുപുഴയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ കാർ ഓടിച്ച യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. മനുഷ്യജീവന് അപകടകരമാം വിധം വാഹനമോടിച്ചെന്നാണ് എഫ്ഐആർ പറയുന്നത്. ഒരാൾ മരിച്ച അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. വാഗമണിലേക്ക് പോയ 6 സംഘം സഞ്ചരിച്ച വാഹനമാണ് അപകടം ഉണ്ടാക്കിയത്. മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും വന്ന ഈ ഇന്നോവ രജിസ്ട്രേഷൻ അമിത വേഗതയിലും നിയന്ത്രണം വിട്ടുനിന്ന രീതിയിലാണ് വന്നത്. ആ സമയത്ത് ഏകദേശം നല്ല മഴയുണ്ടായിരുന്നു. ഇന്നോവയുടെ ഒരു പ്രശ്നമെന്നാണ് ഇവിടെ കണ്ടുവന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. ഇന്നോവയുടെ ഡ്രൈവർ കൂട്ടുകാർ കൂടി അന്യായ സ്പീഡിൽ എൻജോയ് ചെയ്ത് വന്ന സമയത്താണ് ഒരു അപകടം ഇവിടെ ഉണ്ടാകുന്നത്. അവരുടെ അശ്രദ്ധ മൂലം എതിരെ വന്ന വണ്ടിക്ക് കയറി ഇടിക്കുകയും അങ്ങനെ 3 വണ്ടികൾ ഒരേ സമയം ഇടിച്ചു. മൂവാറ്റുപുഴയിലെ അപകടം നടന്ന സ്പോട്ടിൽ ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ തത്സമയം ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ വാഹനമൊക്കെ ഓടിക്കുന്ന ആളുകൾ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. എന്തായാലും എസ്കേൻ പറഞ്ഞതുപോലെ വലിയൊരു അശ്രദ്ധ മൂലമാണ് ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ ഇന്നോവയാണ് ഇന്നലെ ഒരാളുടെ മരണത്തിനുമൊപ്പം 10 പേർക്ക് പരിക്കേൽക്കാനും ഇടയായ അപകടത്തിന് കാരണമായത്. ഈ വാഹനം മൂവാറ്റുപുഴയിൽ നിന്നും വാഗമണ്ണിലേക്കുള്ള യാത്രയിലായിരുന്നു. വാഹനത്തിൽ ഉണ്ടായിരുന്നത് 6 യുവാക്കളാണ്. ഇപ്പോൾ തന്നെ ഈ വാഹനം കിടക്കുന്നത് എതിർദിശയിലാണ്. ഇവിടെ നിന്ന് എതിർദിശയിൽ നിയന്ത്രണം തെറ്റി വന്ന 2 കാറുകളിൽ ഇടിക്കുകയായിരുന്നു. അതിനു മുമ്പ് ഇതിനപ്പുറത്തുള്ള കോളേജ് ജംഗ്ഷനിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കൂടി ഇടിച്ച ശേഷമാണ് ഇന്നോവ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പോലീസ് എഫ്ഐആർ അടക്കം പറയുന്നത്. ഇതിൽ 6 യുവാക്കളുണ്ട്. അവർക്ക് കാര്യമായ പരിക്കുകളില്ല. പക്ഷേ എതിർദിശയിലുണ്ടായിരുന്ന വാഹനത്തിലുണ്ടായിരുന്ന 60 വയസ്സുകാരിയായ വിജയകുമാരി ഇന്നലെ തന്നെ മരണപ്പെട്ടു. ഒപ്പം ആ കാറിലുണ്ടായിരുന്ന വിജയകുമാരിയുടെ മകൻ അനുവിന്റെ വാരിയല് പൊട്ടിയിട്ടുണ്ട്. അനുവിന്റെ ഭാര്യ ലക്ഷ്മിപ്രിയയുടെ വലതുകൈയിൽ ഒടിവുണ്ട്. ഒപ്പം അവരുടെ 9 വയസ്സുകാരിയായ മകളുടെ 2 കാലുകളും ഒടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. 9 വയസ്സ് മാത്രമാണ് ദീക്ഷിത എന്ന അവരുടെ മകൾക്കുള്ളത്. ഈ 3 പേരും ഇപ്പോൾ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. എതിർവശത്ത് കാണുന്നതാണ് ആ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനം. ഇതുകൂടാതെ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞടങ്ങുന്ന വാഹനത്തിലും ഈ നിയന്ത്രണം തെറ്റി ഇന്നോവ ഇടിച്ചിരുന്നു. എന്തായാലും അപകടകരമായ വിധം ഓടിച്ചതിനും ഒപ്പം ജീവഹാനി വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിച്ചതിനും ഈ കാറിലുണ്ടായിരുന്ന യുവാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം ഈ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പികളടക്കം ഇന്നലെ കണ്ടെടുത്തിരുന്നു എന്ന് ഈ സ്ഥലത്തുള്ള ദൃക്സാക്ഷികളടക്കം പറയുന്നുണ്ട്. എന്തായാലും പോലീസ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എസ് കെ. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.